സ്വഹീഹുൽ ബുഖാരി ദർസ് 116 കിതാബുൽ വുദൂ അടുത്ത അധ്യായം ബാബുൽ വുദൂഇ മിനൻ നൗമി വമൻ ലം യറ മിനൻ നഅസതി വൻ നഅസതൈനി അബിൽ ഖഫഖതി വുദൂഅൻ ബാബ് അധ്യായം അൽ വുദൂഇ വുദൂ എടുക്കുന്നത് സംബന്ധിച്ച് മിനൻ നൗമി ഉറക്കം കാരണത്താൽ വമൻ ലം യറ അഭിപ്രായമില്ലാത്തവരെ സംബന്ധിച്ചും അല്ലെങ്കിൽ കാണുന്നില്ലാത്തവരെ സംബന്ധിച്ചും മിനൻ നഅസതി നഅസത്ത് പറഞ്ഞാൽ മയക്കം ഒരു മയക്കം നഅസതൈൻ അല്ലെങ്കിൽ രണ്ടിന് മയക്കം അബിൽ ഖഫഖതി ഖഫഖത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ തല അങ്ങോട്ട് താവാണ് തല നെഞ്ചിലേക്ക് താഴെ അതായത് തൂക്കം മയക്കം തൂക്കം ഓക്കെ വുദൂ അതായത് ഉറക്കം കാരണം വുദൂ മുറിയുമെന്നും എന്നാൽ ചെറിയ മയക്കം അല്ലെങ്കിൽ തൂക്കം കാരണം വുദൂ മുറിയുകയില്ലെന്നും പറയുന്നത് സംബന്ധിച്ച അധ്യായം. ഹദീസ് നമ്പർ 212. حدثنا عبد الله بن يوسف قال أخبرنا مالك عن هشام عن أبيه عن عائشة أن رسول الله صلى الله عليه وسلم قال ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ നിന്നുള്ള നിവേദനം നിശ്ചയം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ നഅസ അഹദുകും വഹുവ യുസല്ലി ഫൽയർഖുദ് ഹത്താ യദ്ഹബ അൻഹു النوم فإن أحدكم إذا صلى وهو ناعس لا يدري لعله يستظهر فيسب نفسه إذا نعس أحدكم നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ വല്ലവനും മയങ്ങിയാൽ വഹു യസ്വല്ലി അവൻ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കുമ്പോൾ ആർക്കെങ്കിലും ഉറക്കം വന്നു നിൽക്കുക ഒരു മയക്കം ഉറക്കം ഫൽയർഖുദ് എങ്കിൽ അവൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഉറങ്ങാനല്ല നിസ്കാരം പെട്ടെന്ന് പൂർത്തിയാക്കിയിട്ട് ഉറങ്ങിക്കോട്ടെ എന്ന്. ഇത് മിക്കവാറും ഇത് ബാധകമാകുന്നത് രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരം ഖിയാമുൽ ലൈൽ നിസ്കാരങ്ങളിലൊക്കെയാണ്. അപ്പോൾ ദീർഘമായി നിസ്കരിക്കുമല്ലോ. അപ്പോൾ ഒരാൾ ഉറങ്ങി ചടച്ചുകൊണ്ട് ഉറക്കം ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണ്ട നിസ്കരിക്കണ്ട ഫർദ് നിസ്കരിക്കേണ്ടതല്ല സുന്നത്താണല്ലോ തഹജ്ജുദ് നിസ്കാരം. അപ്പോൾ അല്പം നിസ്കരിച്ച ശേഷം അയാൾ ആവശ്യത്തിന് ഉറങ്ങിയിട്ട് പിന്നെ നിസ്കരിക്കുക. അപ്പൊ അയാൾ എന്ത് ചെയ്യാം വേഗം സലാം കിട്ടുക എന്നിട്ട് ആവശ്യത്തിന് ഉറങ്ങുക. ഹത്താ യദ്ഹബ അൻഹു നൗമു അതാ പറഞ്ഞത് എന്ത് അവന്റെ ഉറക്കം പോകുന്നത് വരെ അവൻ ഉറങ്ങട്ടെ. ഫഇന്ന അഹദകും ഇദാ സ്വല്ല വഹുവ നായിസു ഒരാൾ മയങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ തൂങ്ങിക്കൊണ്ട് ഉറക്കം തൂങ്ങിക്കൊണ്ട് ഒരാൾ നിസ്കരിച്ചാൽ ലാ യദ്രി അവൻ അറിയില്ല ലഅല്ലഹു യസ്തഗ്ഫിറു ഒരുപക്ഷെ അവൻ പാപമോചനം തേടിയായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഫയസുബ്ബു നഫ്സഹു എന്നിട്ട് അവൻ അവന്റെ നഫ്സിനെ തന്നെ ചീത്ത വിളിക്കും. എന്നാൽ അവന് സ്വന്തം തന്നെ ചീത്തയാവും എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് അവനെതിരെ അവൻ പ്രാർത്ഥിക്കും. കാരണം അവൻ എന്താ പറയുന്നത് ശരിക്കും ബോധം ഉണ്ടാവില്ല, കൃത്യമായ ബോധം ഉണ്ടാവില്ല. അപ്പൊ എന്തൊക്കെയോ പറയുന്നത് അവൻ പാപമോചനം തേടിയായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ പറയുന്നതാവുകൊണ്ട് വേറെ വല്ലതും ആയിരിക്കും. അത് ചിലപ്പോൾ അവനെതിരായിട്ട് ആയിരിക്കാം. നിസ്കാരത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ദുആ ചെയ്യാം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ദുആയുടെ സന്ദർഭം എന്ന് പറഞ്ഞാൽ സുജൂദിന്റെ സന്ദർഭമാണ് ഒന്ന് സലാം വീട്ടുന്നതിന് മുമ്പുള്ള സന്ദർഭമാണ്. ഹദീസ് നമ്പർ 213. حدثنا أبو معمر قال حدثنا عبد الوارث حدثنا أيوب عن أبي قلابة عن أنس عن النبي صلى الله عليه وسلم قال അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് അദ്ദേഹം പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ നഅസ അഹദുക്കും ഫി സ്വലാഹ് നിങ്ങൾ വല്ലവനും നിസ്കാരത്തിൽ ഉറക്കം തൂങ്ങിയാൽ അല്ലെങ്കിൽ മയങ്ങിയാൽ ഫൽയനം അവൻ ഉറങ്ങട്ടെ ഹത്താ യഅലമ അവൻ അറിയുന്നത് വരെ മാ യഖറഉ അവൻ ഓതുന്നത് എന്ത് എന്ന്. അപ്പോൾ ഉറക്കം വന്നാൽ പിന്നെ ഒന്ന് എന്താണെന്ന് ശരിക്കും ഓർമ്മ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ബോധം ഉണ്ടാവില്ല കൃത്യമായിട്ട്, എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഓതുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരവസ്ഥ മാറുന്നത് വരെ അവന് ആവശ്യത്തിന് ഉറങ്ങട്ടെ, എന്നിട്ട് ഉറങ്ങിയിട്ട് എണീറ്റിട്ട് നിസ്കരിക്കാതെ, അല്ലാതെ ഉറങ്ങി തൂങ്ങിക്കൊണ്ട് നിസ്കരിക്കണ്ട എന്നതാണ്. അടുത്ത ഹദീസ്
ബൈഹഖിയുടെ സുനൽ കുബ്രായിൽ ഒരു ഹദീസ് കാണാം. ഇബ്നു അബ്ബാസിൻ ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനം. അദ്ദേഹം പറയാണ്, വജബൽ വുദൂഉ അലാ കുല്ലി നായിമിൻ ഇല്ലാ മൻ ഖഫഖ ഖഫഖതൻ ബിറഅസിഹി. വജബൽ വുദൂ നിർബന്ധമാണ്, അലാ കുല്ലി നായിമിൻ ഉറങ്ങുന്ന എല്ലാവരും, ഇല്ലാ മൻ ഖഫഖ ഖഫഖതൻ ബിറഅസിഹി അവന്റെ തല കൊണ്ടൊരു താഴ്ത്തൽ, അതായത് ഒരു തൂക്കം തൂങ്ങിയവന് ഒഴികെ. എന്ന് പറഞ്ഞാൽ ചെറിയൊരു മയക്കം ബാധിച്ചിട്ടുള്ളൂ, ശരിക്കും ഉറങ്ങിയിട്ടില്ല എങ്കിൽ ഉതുമുറിയില്ല, അല്ലെങ്കിൽ ഉറക്കം കൊണ്ട് ഉതുമുറിയും അർത്ഥം. ഉറക്കം കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയാൽ ഏതായാലും ഉളൂ മുറിയും. ലഘുവായ ഉറക്കം അല്ലെങ്കിൽ ഒരു മയക്കം ആണെങ്കിൽ ഉളൂ മുറിയില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി സ്വഹീഹ് മുസ്ലിമിനെ മറ്റൊരു ഹദീസിൽ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖാമ അഹദുകും മിനൽ ലൈലി, നിങ്ങൾ ആരെങ്കിലും രാത്രി എണീറ്റാൽ, ഫസ്തഅജമൽ ഖുർആനു എഴുന്നേറ്റ് നിസ്കരിച്ചാൽ, ഫസ്തഅജമൽ ഖുർആനു അലാ ലിസാനിഹി, എന്നിട്ട് അവന്റെ നാവിൽ ഖുർആൻ കുഴഞ്ഞുപോയി, അല്ലെങ്കിൽ ഉറക്കം വന്നത് കാരണം വ്യക്തമായിട്ട് ഓതാൻ സാധിക്കാതെ ഖുർആൻ അവൻ ഓതുന്നത് ക്ലിയർ ആകുന്നില്ല നാവില്. ഫലം യദ്രി മാ യഖൂലു, അവൻ എന്താണ് പറയുന്നത് എന്ന് അവൻ അറിയുന്നില്ല, എന്താണ് ഓതുന്നത്. ഫൽ യദ്തജി, എങ്കിൽ അവൻ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ ഉറങ്ങട്ടെ. ഇനി റിയാദുസ് സാലിഹീനിൽ കൊടുത്ത ഒരു ഹദീസിലാണ്, റിയാദുസ് സാലിഹീനിൽ കൊടുത്ത ലഫ്സിലാണ് വായിക്കുന്നത്. അനസിൻ റളിയല്ലാഹു അൻഹു ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹത്തിന് എന്നുള്ള നിവേദനമാണ്. അദ്ദേഹം പറഞ്ഞു, ദഖല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മസ്ജിദ, അല്ലാഹുവിന്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദിൽ പ്രവേശിച്ചു. ഫഇദാ ഹബ്ലുൻ മംദൂദുൻ ബൈന സാരിയത്തൈനി, ഫഇദാ അപ്പോഴുണ്ട് ഹബ്ലുൻ ഒരു കയർ, മംദൂദുൻ ബൈന സാരിയത്തൈനി രണ്ട് തൂണുകൾക്കിടയിൽ നീട്ടപ്പെട്ട അപ്പോ രണ്ട് തൂണുകൾക്കിടയിൽ കെട്ടി ഒരു കയർ കെട്ടി കാണാം. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അപ്പൊ ഫഖാൽ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദൽ ഹബൽ, ഇതെന്ത് കയറാ, ഇതെന്താ കയറ്? ഖാലു, അപ്പോ സഹാബാക്കൾ പറഞ്ഞു, ഹാദാ ഹബലു സൈനബ, ഇത് സൈനബ റളിയല്ലാഹു അൻഹായുടെ കയറാണ് എന്ന് പറഞ്ഞു. ആരാണ് സൈനബ്? സൈനബ് ബിൻത് ജഹ്ഷ് ഉമ്മുൽ മുഅ്മിനീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയാണ്. ഫഇദാ ഫതറത് തഅല്ലഖത് ബിഹി, അവർ ക്ഷീണിച്ചാൽ, നിസ്കരിച്ച് ക്ഷീണിച്ചാൽ അവരെന്ത് ചെയ്യും? അവര് ക്ഷീണം വരുമ്പോ ഇതിൽ തൂങ്ങി നിൽക്കും, ഇതിനോട് ബന്ധിച്ച് നിൽക്കും. അപ്പോൾ നിസ്കാരത്തിൽ ക്ഷീണം അനുഭവിക്കുമ്പോൾ ഒന്ന് താങ്ങായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കയറ് കെട്ടിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി സൈനബ് റളിയല്ലാഹു അൻഹ. എവിടെയാണ്? മസ്ജിദിൽ. എപ്പോഴാണ്? രാത്രി നിസ്കാരത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ രാത്രി നിസ്കാരത്തിന് നബി പത്നിമാര് മസ്ജിദിൽ വന്നിരുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഈ ഹദീസ് സ്വഹീഹ് അല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലൊക്കെ വന്നിട്ടുള്ള ഹദീസാണ്. ഫഇദാ ഫതറത് തഅല്ലഖത് ബി, ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുല്ലൂ, അത് നിങ്ങൾ അയക്കാറ് എന്താ? സ്ത്രീകൾ പള്ളിയിൽ പോകേണ്ട വരണ്ടെന്നുള്ളതാണോ? അല്ല, അങ്ങനെ കയറ് കെട്ടിട്ടൊന്നും നിസ്കരിക്കണ്ട, അങ്ങനെ വിഷമിച്ച് നിസ്കരിക്കണ്ട. ലിയുസല്ലി അഹദുക്കും നശാതഹു, ഉന്മേഷമുള്ളപ്പോൾ നിസ്കരിക്കട്ടെ. നിങ്ങളുടെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എന്ത്, നിങ്ങളിൽ ഒരുത്തൻ അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നഷാത്ത്, ഉന്മേഷമുള്ളപ്പോൾ നിസ്കരിക്കുക. ഫഇദാ ഫതറ, ക്ഷീണിച്ചാലോ? ഫല്യർഖുദ്, അവൻ ഉറങ്ങട്ടെ. അവൻ എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് പറയുന്ന പുരുഷനും സ്ത്രീക്കൊക്കെ ബാധക. അല്ലാതെ ഈ ഉറക്കച്ചടവില് ക്ഷീണിച്ച് ഉറങ്ങി വീഴാൻ പോവുക, ആ ഒരു അവസ്ഥയിൽ നിസ്കരിക്കരുത്. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അവൻ പോയി ഉറങ്ങണം, ഉറങ്ങിയിട്ട് ആവശ്യത്തിന് ഉറങ്ങിയ ശേഷം നിസ്കരിക്കുക എന്നതാണ്. അല്ലാതെ ഫർദ് നിസ്കാരത്തിന് സാധാരണ രീതിയിൽ ഇങ്ങനെ ഉറക്കത്തിന്റെ ഒരു വിഷയം വരാൻ സാധ്യതയില്ല. അത് ലിമിറ്റഡ് ആണല്ലോ, ദീർഘമായ നിസ്കാരമാവില്ല പൊതുവെ. സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരമൊക്കെ ഫർദ് നിസ്കാരം ദീർഘമായിട്ടൊക്കെ നിസ്കരിച്ചിരുന്നു. എന്നാൽ ഇമാമ് ആകുമ്പോ ഷോർട്ടായിട്ട് നിസ്കരിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞതായിട്ട് കാണാം. ഫർദ് നിസ്കാരങ്ങളല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിയാമുൽ ലൈലാണ് വളരെ ദൈർഘ്യമേറിയ നിസ്കാരം ആയിരുന്നത്.